കമലാംബികേ രക്ഷമാ ശ്രുതജനഹൃദയ കമലമധ്യഗതേ കമലാംബികേ രക്ഷമാ ശ്രുതജനഹൃദയ കമലമധ്യഗതേ കമലാംബികേ രക്ഷമാ. അലിവൊഴുകും നയനയുഗം കണി കാണാൻ ഞാൻ വരുമ്പോൾ അലിവൊഴുകും നയനയുഗം കണി കാണാൻ ഞാൻ വരുമ്പോൾ ഒരു നാളിലും അണയാത്തൊര ഭയം നീ തരുമോ? അരുണാഭയിരിളകും തവ തിരുവദനം തൊഴുതുണരാൻ സ്വരസംഗമണിയുന്നൊരു രാഗലയം തരുമോ? കമലാംബികേ രക്ഷമാം ശ്രുതജനഹൃദയ കമലമധ്യഗതേ കമലാംബികേ രക്ഷമാ. കുസുമം പണിയും നിൻ തിരുനാസിക തെളിയാൻ കരുണാരസമൊഴുകും തവ തിരുശോഭയിൽ നിറയാൻ തിലകുസുമം പണിയും നിൻ തിരുനാസിക തെളിയാൻ കരുണാരസമൊഴുകും തവ തിരുശോഭയിൽ നിറയാൻ ജന്മാന്തര സുഹൃതവുമായി തിരുനടയിൽ വരുമ്പോൾ മണിനോപുരമുണരും നിന്നാദലയം തരുമോ? അമ്മയോട് ക്ഷമിക്കും മോനെ. എനിക്കൊരു സങ്കടമില്ലമ്മേ. അച്ഛൻ ചെയ്തൊക്കെ ശരി തന്നെയാണ്. എന്നെ പോലെ പഠിച്ച സന്തതി വടക്കേപ്പാട്ട് പിറന്നിട്ടില്ല എന്ന് കരുതിയത് നന്നായുള്ളൂ. വലിയ സംഗീതജ്ഞനായി തീരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്കതിന് അവകാശമില്ല കുട്ടി. നിനക്കെന്നും നല്ലതേ വരും. തറവാട് ഭാഗം വെച്ചു എല്ലാവർക്കും ആവശ്യത്തിലേറെ എഴുതി കൊടുത്തപ്പോ എന്റെ മോന് മാത്രം നിനക്ക് തരാൻ അമ്മയുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും വേണ്ടമ്മേ. മറ്റാരുടെ അല്ല, വാങ്ങിക്കൊള്ളൂ. എന്താണ് നായരെ ഈ രാത്രിയില്? തനിക്കും തോന്നി തുടങ്ങിയോ മടുപ്പ്? മടുപ്പല്ല, വെറുപ്പ്. ആരോടാ കുറുപ്പച്ച ഈ വാശിയും വൈരാഗ്യമൊക്കെ? മകനോട് വാശി കാണിച്ചിട്ട് എന്ത് കാര്യമാണ് ആ ഭാവം? കുറെ കാലമായി ഞാൻ കാണുന്നു. പണ്ടെങ്ങും അച്ഛൻ ചെയ്തു പോയ തെറ്റിന് സ്വന്തം മക്കളോട് പ്രതികാരം തീർക്കുക. തനിക്കത് മനസ്സിലാവില്ല. ഇതൊക്കെ ആർക്കും മനസ്സിലാകും. ഇത്രയും കാലം നിഴല് പോലെ എന്തിനു ഞാൻ കൂട്ടുവന്നു? വേറെ ആരുമല്ലല്ലോ. ഒരു തരി മണ്ണ് പോലും കൊടുക്കാതെ ഇറക്കി വിടാൻ സ്വന്തം മകനല്ലേ. ഈ പാപത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ പോവുക. മനസ്സറിയാതെ അഹങ്കരിക്കരുത് കുറുപ്പച്ച. ആർക്കും വേണ്ടാത്തവർ ഓർമ്മകളെ കെട്ടിപ്പിടിച്ചിരുന്നു.
ഇനി ഒരിക്കലും എന്നെ പ്രതീക്ഷിക്കണ്ട. ശിവന് തലതിരിഞ്ഞു പോവാനും അമ്മാവൻ ഇങ്ങനെ നല്ല ബുദ്ധി തോന്നാനും വേറൊരു കാരണം ഞാൻ കാണുന്നില്ല. എനിക്കെന്തോ ഇത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടിയിരുന്നില്ലാന്ന് തോന്നുക. ശിവൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്നാലും എന്നാലും ഇല്ല. അമ്മാവൻ ഇത്രയ്ക്കൊക്കെ ചെയ്തുള്ളല്ലോ എന്നാ എന്റെ അത്ഭുതം. ചില്ലറ കളിയാണോ അച്ചക്കൻ കാട്ടിക്കൂട്ടിയെ? എന്റെ കക്ഷികളും ചോദിച്ചു തുടങ്ങിയേ. നേരാമ്പണ്ണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. മഹേന്ദ്രേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. രമയുടെ വീട്ടുകാർ പറഞ്ഞിരിക്കണു. പാർട്ടീഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കാണ്ട് ഒന്ന് സെറ്റിലാവാൻ നോക്കുക. ജീവിതകാലം മുഴുവൻ അച്ഛന്റെ ചൊൽപ്പടിക്ക് തന്നെ കഴിഞ്ഞുകൂടുക. എന്തെങ്കിലും ഒരു പ്രൈവസി വേണ്ടേ? ഇത്രയും കാലം ഇങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറുകയെന്ന് വെച്ചാ അച്ഛൻ എന്ത് തോന്നും? ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പ്രഭാകര. ഇവൻ തന്നെ എത്ര കാലമായിട്ട് ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കണു. വളരെ നല്ല ജോലിയല്ലേ രമയുടെ ഏട്ടൻ ഏർപ്പാടാക്കിയത്. അമ്മാവൻ ഒറ്റയാളാ പോണ്ടാന്ന് ശാഠ്യം പിടിച്ചേ. അച്ഛാ, എന്താ? ഗൾഫിലെ ഒരു ജോലിയുടെ കാര്യം അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അത് ശരിയായിട്ടുണ്ട്. പോണ്ടാന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ? രമയുടെ ഏട്ടൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടിയ ജോലിയാ. വിസ അയച്ചു തന്നിട്ടുണ്ട്. നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഇവൾക്കാണല്ലേ? അതല്ല അച്ഛാ, ഇത് നല്ലൊരു അവസരമാണ്. എനിക്ക് 5 വർഷത്തെ ലീവും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ലീവ് വേണ്ടെന്ന് വെച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? അത് ബുദ്ധിമുട്ടാണ് അച്ഛാ. ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഈ ഒരു കാര്യത്തിൽ അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സ്വയം തീരുമാനിക്കാൻ മാത്രം നീ വളർന്നു അല്ലേ? അവന്റെ അരങ്ങേറ്റം അവളുടെ വീട്ടുമുറ്റത്ത് നടത്തട്ടെ. ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് അനുവദിക്കാൻ പാടില്ല. വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കരുത്. മുമ്പ് മറ്റു പലരുടെ അരങ്ങേറ്റം ദേവീ സന്നിധിയിൽ വെച്ച് നടത്താൻ നമ്മൾ തന്നെ അനുവദിച്ചിട്ടുള്ളതല്ലേ? ഇതങ്ങനെയല്ല. നമ്മുടെ പ്രസിഡന്റിന്റെ കരണത്തടിച്ചവനാ കച്ചേരി നടത്താൻ അനുവാദം ചോദിച്ചിരിക്കുന്നത്. അത് അനുവദിച്ചാൽ അവന് കമ്മിറ്റിക്കാരെ മുഴുവൻ തല്ലാനുള്ള അനുവാദം കൊടുത്ത പോലെ ഇരിക്കും. അത് മാത്രമല്ല, അഭ്യാസം പഠിക്കാൻ പറ്റിയ കളരിയല്ലേ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇവനെയൊക്കെ അമ്പലപ്പുറമ്പിൽ കയറ്റിയ അമ്പലം മുടിഞ്ഞത് തന്നെ. കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്കുക. മഹാനായ ഗോവിന്ദൻ ഭാഗവതരുടെ പേരക്കുട്ടിയ ശിവശങ്കരൻ. അയാളെ അതിന് അനുവദിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റാ. അതുകൊണ്ടായിരിക്കും തണ്ട ചവിട്ടി പുറത്താക്കിയത്. അച്ഛനെ ഇത്താളൻ. തർക്കമൊന്നും വേണ്ട. നമുക്ക് ഈ പ്രശ്നം ഭൂരിപക്ഷത്തിന് വിടാം. ഏത് തെറ്റും ഭൂരിപക്ഷം വിചാരിച്ചാൽ ശരിയാണെന്ന് അംഗീകരിപ്പിക്കാം. പക്ഷേ മനസാക്ഷിക്ക് അനുസൃതമായ ഒരു തീരുമാനമായിരിക്കണം. ക്ഷേത്രസന്നിധിയിൽ ശിവശങ്കരന്റെ അരങ്ങേറ്റം അനുവദിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തുക. ഇതൊരു തരം പകപോക്കലാണ്. ഒരു കലാകാരനോടുള്ള അവഗണനയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തല്ലേ നിങ്ങൾക്ക് ശിവന്റെ അരങ്ങേറ്റം നടക്കാനാവും? മതിൽക്കെട്ടിന് തൊട്ടടുത്തുള്ള എന്റെ സ്ഥലത്ത് വെച്ച് ഞാൻ അയാളുടെ അരങ്ങേറ്റം നടത്തും. എങ്ങനെയെങ്കിലും ഒരാഴ്ചക്കകം സാറി ബില്ലൊന്ന് പാസ്സാക്കി തരണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. തന്നേക്കാ നേരത്തെ സബ്മിറ്റ് ചെയ്ത പല ബില്ല് ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. സാർ അങ്ങനെ പറയരുത്. ഒരുപാട് പേയ്മെന്റ്സ് പെൻഡിംഗ് ഉള്ളതാ. ഇനി അവധി പറഞ്ഞ ആരും കേൾക്കില്ല. സാറിനെ സഹായിക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. ബില്ല് കിട്ടി പിറ്റേ ദിവസം ബാക്കി ഞാനിവിടെ എത്തിച്ചോളാം. ശരി, ബില്ല് ഞാൻ സൈൻ ചെയ്ത് വെച്ചേക്കാം. താൻ നാളെ ഒന്ന് വാങ്ങിച്ചോളൂ. ആ പിന്നെ മറ്റാരും അറിയണ്ട. ശരി സാർ. എന്താ? നിങ്ങൾ സീറ്റിൽ നിന്ന് അനങ്ങി പോരുത്. ആ, ഞങ്ങൾ വിജിലൻസ്. നിങ്ങൾ ഇയാളുടെ നിന്ന് കൈക്കൂലി വാങ്ങിയില്ലേ? ഇല്ല സർ, വാങ്ങിച്ചിട്ടില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണം. സെർച്ച്. ഈ രൂപ നിങ്ങൾ വാങ്ങിയതല്ല? അല്ല സർ, ഞാനിതൊരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. കമോൺ. ജാമ്യത്തിലിറക്കാരന്റെ പട്ടി പോവും. അവൻ കൈക്കൂലി വാങ്ങുന്ന പണം കൊണ്ടല്ലേ ഇവിടുത്തെ ചെലവ് നടക്കുന്നത്. ജീവിക്കാനുള്ള ന്യായമായ ശമ്പളം സർക്കാർ കൊടുക്കുന്നില്ലേ? പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പ്രഭാകരേട്ടന് ചതിച്ചതാണ് അച്ഛ.
വിജിലൻസുകാര് കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിച്ചതാ. അവൻ കൈക്കൂലി വാങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്തത്? അച്ഛൻ ഉടനെ ചെന്ന് പ്രഭാകരേട്ടനെ ജാമ്യത്തിൽ ഇറക്കില്ലെങ്കിൽ എല്ലാരും ഇതറിയും. ഇനിയിപ്പോ അറിയാൻ ആരാ ബാക്കിയുള്ളത്? ഇതുവരെ ആരുടെയും മുമ്പിൽ തല കുറിച്ചിട്ടില്ല. ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവന്മാരുടെ മുമ്പ് ഓഷാനിച്ച് നിൽക്കണമല്ലേ? അവനൊരു തെറ്റ് പറ്റി. നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കരുത്. ഇക്കാര്യത്തിൽ നീ അഭിപ്രായം പറയാൻ വരണ്ട. ചോദിച്ചില്ല. താങ്ക് യു സർ. താൻ പേടിക്കാണ്ടിരിക്കുക. ലോകത്ത് കൈക്കൂലി വാങ്ങിക്കുന്ന ആദ്യത്തെ ആളൊന്നുമല്ല താൻ. മന്ത്രി മുതൽ പ്യൂൺ വരെ വാങ്ങിക്കാറുണ്ട്. കേസ് വന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ, അത് ഞാൻ നോക്കിക്കോളാം. എന്നാലും അമ്മാവനെ സമ്മതിക്കണം. സ്വന്തം മകൻ രാപത്ത് വരുമ്പോ ആദർശം പറഞ്ഞു നടക്കുന്ന ഏതെങ്കിലും അച്ഛന്മാരുണ്ടോ? കഷ്ടം. അമ്മാവനോട് ശ്യാമളെ കരഞ്ഞപേക്ഷിച്ചിട്ടും കല്ല് പോലിരുന്നു കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി. സാരമില്ല, താൻ വാ. നിക്കവിടെ. എന്തിന്റെ കുറവായിരുന്നു നിനക്ക്? നീ കൈക്കൂലി വാങ്ങിയിട്ട് വേണമായിരുന്നു കുടുംബം കഴിയാൻ. ചോദിച്ചതിന് സമാധാനം പറയടാ. വടക്കേപ്പാട് രാഘവ കുറുപ്പിന്റെ മകനിപ്പോ പ്രശസ്തനാ. പോലീസ് സ്റ്റേഷനിലല്ലേ പൂർത്തി. മാനവും മര്യാദയും കളഞ്ഞു കുളിച്ചിട്ട് വന്നിരിക്കണു. ഇനി ഇപ്പൊ ബഹളം വെച്ചിട്ട് എന്താ അച്ഛാ കാര്യം? ചേട്ടനകത്തേക്ക് കയറി വരൂ. നീ മിണ്ടണ്ട. ഇവനെ ഞാൻ ഈ പഠിക്കാതെ കയറ്റില്ല. പോകത്ത്. ഒരു കയ്യബദ്ധം പറ്റിയെന്ന് കരുതിയാ മതി. അമ്മാവന് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. കൊച്ചുകുട്ടിയല്ലേ, കയ്യബദ്ധം പറ്റാനും ക്ഷമിക്കാനും. അഹങ്കാരി. അഹങ്കരിക്കാൻ അച്ഛനൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. നിർത്തടാ. ധിക്കാരം പറയുന്നു. ധിക്കാരല്ല, കാര്യം പറഞ്ഞതാ. മക്കളെ ചൊൽപ്പടിക്ക് നിർത്താനല്ലാതെ എന്നെങ്കിലും അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അച്ഛൻ? ആനയും മെരുക്കുന്നവരാ മക്കളെയും. ശിവശങ്കരനെ പോലെ അല്ല ഞാൻ. അരങ്ങേറ്റം നടത്താൻ പാടില്ലാത്രേ. പോയി പണി നോക്കാൻ പറഞ്ഞു ഞാനേ. യവന്മാരുടെ ഒക്കെ മാന്യത പകലേ ഉള്ളൂന്ന്. ആ വക്കീലാ തിരിവെച്ചു കൊടുക്കണേന്ന് വ്യക്ത. എന്നോട് കാണിക്കുന്ന ഈ താല്പര്യം കുറുപ്പേരൻ ചീത്തപ്പേരുണ്ടാക്കിയുള്ളൂ. വേണ്ടിയിരുന്നില്ല. എന്ത് വേണ്ടിയിരുന്നില്ലെന്ന്? എന്റെയും കൂടെ ആവശ്യം ഔട്ട് ചെയ്ത് ഭാഗവതോട് അത്രയധികം ആരാധന ഇരിക്കുന്ന കൂട്ടു. ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പുറപ്പെട്ട ഒരു മിനിറ്റ്. നാരായണ, വേഗം ആട്ടെ. ശിവ, നമ്മൾ ജയിച്ചു. ദൈവം ഉണ്ടെന്ന് വ്യക്തമായി. അല്ല, അമ്മാവനും അറിയണം. എന്താ ഈ പറയണേ? പ്രഭാകരേട്ടനും ദിവാകരനും വീട് വിട്ട് ഇറങ്ങിപ്പോയി. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടന്നെന്നാണ് ഞാൻ കേട്ടത്. അമ്മാവൻ അവർക്ക് കൊടുത്ത സ്ഥലത്തേക്ക് തന്നെയാണ് താമസം മാറിയത്. അനുഭവിക്കട്ടെ അമ്മാവൻ. പിന്നെ ഇന്ന് ഏതായാലും കച്ചേരി നടക്കുമ്പോ ഒരു 2 സ്പീക്കർ വീടിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുക. അമ്മാവൻ കേക്കട്ടെ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണേ? കഷ്ടമായിപ്പോയി. അച്ഛൻ ഒറ്റയ്ക്ക് വീട് വരെ ഒന്ന് പോയാലോ? വിവരങ്ങളൊക്കെ ശ്രീധരേട്ടൻ പറഞ്ഞു. എന്തൊക്കെയാ നടക്കണെന്ന് എനിക്കൊരു പിടിയില്ല. ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? കരയാണ്ടിരിക്കുക. അച്ഛനോട് വിഷമിക്കണ്ടെന്ന് അമ്മ പറയണം. അച്ഛൻ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരാത്തതിൽ എന്നോട് വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം. ക്ഷമ ചോദിക്കാനും എനിക്കർഹതയില്ല. ഇന്നെന്റെ അരങ്ങേറ്റാണ്. ദക്ഷിണ വെച്ച് അച്ഛന്റെ അനുഗ്രഹം